ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം യൂസേഴ്സിന് എന്നെപ്പോലെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് വെൻ ഐ ഹേർഡ് അബൌട്ട് ദ ഫസ്റ്റ് ടൈം, ഇതിനെക്കുറിച്ചിട്ട് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ അപ്പോൾ തൊട്ട് എനിക്കിങ്ങനെ യൂസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കരമുള്ള പേടി കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് യൂസ് ചെയ്ത ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഓക്കെ ദാറ്റ് യു ഓൾസോ ട്രൈ ഇറ്റ് എന്നുള്ള രീതിക്കാണ്. ഇത് ഒരുപാട് എനിക്ക് തോന്നുന്നു 2 months ആയി ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം ഈ പാഡ്സ് ഒക്കെ നമുക്ക് കുറേ റാഷസ് വരും, ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എന്താണ്, ഈ എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ഒന്നും അല്ല. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പിലേക്ക് മാറുന്നതിനെ കൊണ്ടുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈക്ക് എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. ബിക്കോസ് നിങ്ങളിത് 10+ years നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. 6 to 12 hours വരെ നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യാണ്ട് ഇരിക്കാം അക്കോർഡിംഗ് ടു ദി ബ്ലഡ് ഫ്ലോ. നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും സമയം വയ്ക്കാം. അതേസമയം പാഡ് ആണെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് എവറി 5 to 6 hours അതുണ്ട്. പിന്നെ ട്രാവലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇവൻ പൂളിലാണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം, കുളിക്കുമ്പോൾ യൂസ് ചെയ്യാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈക്ക് വൺസ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദിസ്. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം എനിക്കിത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഭയങ്കര പേടിച്ചു. നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കണം, മസിൽസൊക്കെ ഇങ്ങനെ ഭയങ്കര ബലം പിടിച്ചിരിക്കാൻ പാടില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നിങ്ങളിത് വാങ്ങിച്ചു എന്ന് വെച്ചിട്ട് പീരീഡ്സ് ആവുന്നതിന് മുന്നേ ഒരു കാരണവശാലും ഇത് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ലൈക്ക് ഫോർ ട്രയൽ ആണെങ്കിൽ കൂടെ നിങ്ങളത് യൂസ് ചെയ്യാൻ പാടില്ല. പീരീഡ്സിൻ്റെ സമയത്ത് മാത്രം നിങ്ങളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇത് നമുക്ക് പല രീതിക്ക് വയ്ക്കാം. ഓക്കെ, സോ വൺ മെത്തേഡാണ് ഈ സി ഫോൾഡ്. പല രീതിക്ക് ഫോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിലുള്ള ഒരു മെത്തേഡാണ് ഈ സി ഫോൾഡ്. ഓക്കെ, പിന്നെ വേറൊന്ന് പുഷ് ഡൗൺ പറഞ്ഞിട്ടുള്ള വേറൊരു മെത്തേഡ് ഉണ്ട്. സോ യു ഹാവ് ടു പുഷ് ഡൗൺ. പിന്നെ ഒരെണ്ണം 7. ഓക്കെ, സോ ഇതാണ്. ഇത് മാത്രമല്ല പിന്നെയും വേറെയും കുറേ ഇതുണ്ട്. എസ് ടൈപ്പ് ഉണ്ട്. അങ്ങനെ കുറേ ഫോൾസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നിങ്ങൾ യൂസ് ചെയ്യണം. സോ ഇഫ് ദിസ് ഇസ് യുവർ വെജൈന, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ സി ഫോൾഡ് ചെയ്തിട്ട് ലൈക്ക് യു വിൽ ജസ്റ്റ് ഹാവ് ടു ഇൻസേർട്ട് ഇറ്റ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ഓപ്പൺ. അപ്പോൾ ഇതിനുള്ള ചുറ്റുമുള്ള ഇത് കണ്ടോ, ലൈക്ക് വാട്ട് ടു സേ, ഹോൾസ് മാതിരിയുണ്ട്. സോ അത് വാക്യൂം ഇത് ലൈക്ക് അവിടെ പോയിട്ട് സ്റ്റക്കാവും. ഓക്കെ, ആൻഡ് ഇറ്റ് വോണ്ട് കം ഡൗൺ ഓൾസോ. അവിടെ ഇതാക്കിയാലും പിന്നെ നിങ്ങൾക്ക് എടുക്കട്ടിക്കലും ഇതുപോലെ ഇങ്ങനെ ഇട്ട് സെയിം വേ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്ത് അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് സൈസ് ചൂസ് ചെയ്യണം. അപ്പം നിലവിൽ മെൻസ്ട്രൽ കപ്പ് 3 സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്: സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്. അപ്പോൾ സ്മോൾ എന്ന് പറയുന്നത് ടീനേജേഴ്സിന്, ഒരു 18 years വരെയുള്ള ആൾക്കാർക്കാണ് ഇത് ലൈക്ക് സ്മോൾ കപ്പ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു ആർ ലൈക്ക് above 18 years of age, നിങ്ങൾക്ക് മീഡിയം കപ്പ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾ വെജൈനൽ ബർത്ത് കൊടുത്ത ഒരാളാണെങ്കിൽ ലാർജ് കപ്പാണ് നിങ്ങളുടെ ആപ്റ്റ് സൈസ്. ഓക്കെ, ചില വേരിയേഷൻസ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ബട്ട് മോസ്റ്റ്ലി ഇതാണ് ഫോളോ ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെങ്ങനെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഓക്കെ, സോ നിങ്ങൾ പീരീഡ്സ് ആവുന്നതിന് മുന്നേയും അതിന് ശേഷവും ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഗോട്ട് മൈ പീരീഡ്സ് ടുഡേ, ഞാൻ ഇതിന് മുന്നേ ഇത് സ്റ്റെറിലൈസ് ചെയ്യണം. നിങ്ങളൊരു ഹോട്ട് വാട്ടറിൽ ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ലൈക്ക് നോർമലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലോ അനുസരിച്ചിട്ട് ഇത് എംപ്റ്റി ചെയ്തിട്ട് വാഷ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം. അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലൈക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് 4 days ആണ് സൈക്കിൾ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ സ്റ്റെറിലൈസ് ചെയ്ത് വയ്ക്കുക. പിന്നെ അത് അല്ലെങ്കിൽ 7 days ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ അടുത്ത സൈക്കിളിന് പിന്നെയും സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ യുവർ പീരീഡ്സ് നിങ്ങളിത് സ്റ്റെറിലൈസ് ചെയ്യണം. ഓക്കെ,
പിന്നെ ഫസ്റ്റ് ടൈം യൂസേഴ്സിന് എന്നെ പോലത്തെ ഉള്ള ആൾക്കാർക്ക് എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിലും ഇറ്റ്സ് ബെറ്റർ ടു കീപ്പ് എ പാഡ്. കാരണം ഇതിൻ്റെ പൊസിഷനൊന്നും അങ്ങനെ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ സ്റ്റെയിൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ടു കീപ്പ് എ പാഡ് അലോങ് വിത്ത് ഇറ്റ്, ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കയറിയെന്ന് വരില്ല. അപ്പം ചെറുതായിട്ട് മുറിയലും പൊട്ടലൊക്കെ വെച്ചാൽ ഭയങ്കര വലുതായിട്ടുള്ളതല്ല, നമുക്കതിൻ്റെ കറക്റ്റ് ഇപ്പോൾ എവിടെയാണ് പൊസിഷൻ അങ്ങനത്തെ അറിയാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ആരും പേടിക്കൊന്നും വേണ്ട. ഒരു എനിക്ക് തോന്നുന്നു 2 ദിവസം യൂസ് ചെയ്താൽ തന്നെ 3-ാമത്തെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ആവും. ലൈക്ക് കാരണം നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് എങ്ങനെയാണ് എടുക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇത്ര കഴിഞ്ഞാൽ സൈസ് പറഞ്ഞു, കാര്യങ്ങൾ, പിന്നെ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് പറഞ്ഞു, എത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. സോ ഇഫ് യു ജസ്റ്റ് വാണ്ടഡ് ടു ട്രൈ ദിസ്, ഞാനിത് യൂസ് ചെയ്യുന്നത് സിറോണ ഐ തിങ്ക് അതാണ് ലൈക്ക് ഞാൻ യൂസ് ചെയ്യുന്ന കപ്പ്. ഓക്കെ, ആൻഡ് യു ക്യാൻ യൂസ് ഇറ്റ്സ് ട്രാവൽ ഫ്രണ്ട്ലി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ഇവരുടെ കൂടെ തന്നെ നമുക്ക് വേറൊരു ബാഗൊക്കെ തരുന്നുണ്ട് ഇതിട്ട് സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓർമ്മയിട്ടില്ല ബാഗ്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യു ക്യാൻ ട്രൈ, ബിക്കോസ് അതാണ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് റാഷസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് എന്തായാലും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. So that's all about today's video. Thanks for watching. Bye bye.